ടോപ്പ് ട്യൂഷൻ്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മാഗ്ന കാർട്ട? അപ്പോൾ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഡോക്യുമെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഡോക്യുമെന്റ് 1215 പബ്ലിഷ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ സിറ്റിസൻസിന് വേണ്ടിയുള്ള റൈറ്റ്സും ലിബർട്ടീസും ഗ്യാരണ്ടി ചെയ്യുന്ന ലോകത്തെ ആദ്യത്തെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ട് ആണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സിറ്റിസൻസും അതുപോലെ തന്നെ കിങ്ങും എല്ലാവരും ലോവിൻ്റെ അണ്ടറിലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടൻ ലോകത്തിലുള്ള എല്ലാ കൺട്രീസിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസും സിവിൽ റൈറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ഡോക്യുമെൻ്റ് ആണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെങ്ങനെയാണ് വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത് നോക്കാം. The Magna Carta of 1215 is historically important as it was one of the first official documents in the world to guarantee rights and liberties to citizens. It was signed in England and established the principle that everyone, including the king, was subject to the law. It became an foundational document for the development of constitutional law and civil rights in Britain and around the world. Question: How did the US Bill of Rights influence the Indian Constitution? അപ്പം US Bill of Rights എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? അപ്പോൾ US Bill of Rights എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആദ്യത്തെ 10 അമെൻമെൻറ്റ്സ് ആണ് ഈ US Bill of Rights എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലീജിയൻ, അസംബ്ലി തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ അമെൻമെന്റ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ സിസ്റ്റം മോഡലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജുഡീഷ്യറി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് റൈറ്റ്സ്, അതിൻ്റെ ഒരു ലിസ്റ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. The US Bill of Rights, which is the first 10 amendments to the United States Constitution, had a significant influence on the framers of the Indian Constitution. It guarantees fundamental rights like freedom of speech, religion, and assembly. The Indian Constitution adopted the model of having a specific list of guaranteed rights that are protected by the judiciary, similar to the American system. Question: What is the purpose of writ of prohibition? Okay, writ of prohibitionന്റെ പർപ്പസ് എന്താണ്? ഈ writ of prohibition എന്ന് പറയുന്നത് ഒരു ലീഗൽ ഓർഡർ ആണ്. അതായത് ഹയർ കോർട്ട് ലോവർ കോർട്ടിന് കൊടുക്കുന്ന ഒരു ഓർഡർ ആണ് writ of prohibition എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ ലോവർ കോർട്ടുകൾക്ക് ചില കേസുകൾ എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഈ റിറ്റ് ഓഫ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിറ്റ് ഓഫ് പ്രോഹിബിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യൽ സിസ്റ്റം കറക്റ്റായിട്ട് അതിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിറ്റ് ഓഫ് പ്രോഹിബിഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം. ദ റിറ്റ് ഓഫ് പ്രോഹിബിഷൻ ഈസ് ഇഷ്യൂഡ് ബൈ എ ഹൈക്കോർട്ട് ലൈക്ക് ദ സുപ്രീം കോർട്ട് ഓർ എ ഹൈക്കോർട്ട് ടു എ ലോവർ കോർട്ട് to prevent the latter from exceeding its jurisdiction. This means it stops a lower court from hearing a case that it is not legally supposed to hear. It is used to keep the judicial system working within its proper limits. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What is the purpose of the writ of സെർഷറിയോ റായ്? അപ്പം ഈ ഒരു റിറ്റിൻ്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ ഹയർ കോർട്ട് ലോവർ കോർട്ടിന് കൊടുക്കുന്ന ഒരു ലീഗൽ ഓർഡറാണ് റിറ്റ് ഓഫ് സെർഷറിയോ റായ് എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് ലോവർ കോർട്ട് ഏതെങ്കിലും ഒരു കേസിൽ
ലോസ് അപ്ലൈ ചെയ്യുന്നതിൽ വയലേഷൻ വരികയോ എറർ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിനെ ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നതാണ് ഈ റിട്ട് ഓഫ് സെർഷറിയോറായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിറ്റ് എന്തിനാന്ന് വെച്ചാൽ ലോവർ കോർട്സിന്റെ ഡിസിഷൻസ് എല്ലാം റിവ്യൂ ചെയ്യാൻ ഹൈക്കോർട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. The writ of certiorari is issued by a higher court to a lower court, ordering it to transfer a case pending with it to the high court. This can be done if the higher court believes there has been an error of law or a violation of the principles of natural justice. It is a way for higher courts to review the decisions of lower courts. Question: What is the purpose of the writ of quo warranto? അപ്പം കോ വാറന്റോ എന്ന് പറയുന്ന റിറ്റിന്റെ പർപ്പസ് എന്താണ്? കോ വാറന്റോ എന്ന് പറഞ്ഞാൽ ബൈ വാട്ട് വാറന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കോ വാറന്റോ എന്ന് പറയുന്ന ഒരു കോർട്ട് ഓർഡർ ആണ്. ഇത് യൂഷ്വലി ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് ലീഗലി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോർട്ട് ഓർഡർ ആണ് റിറ്റ് ഓഫ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് തക്കതായിട്ടുള്ള പ്രോപ്പർ ക്വാളിഫിക്കേഷൻസ് ഒന്നും അയാൾക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോർട്ടിന് ആ ഒരാളിനെ ആ ഒരു ഓഫീസിൽ നിന്ന് ലീഗലി റിമൂവ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അപ്പം ഇതാണ് റിട്ട് ഓഫ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. The writ of quo warranto is issued by a court to inquire into the legality of a person's claim to a public office. It essentially asks, by what authority or warrant are you holding this office? If the court finds that the person is not legally entitled to the office, it can order their removal. Question: What is the significance of November 26 in relation to the Indian Constitution? അപ്പോൾ നവംബർ 26 പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത ഒരു ദിവസമാണ് ഈ നവംബർ 26 എന്ന് പറയുന്നത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഫുൾ എഫക്റ്റ് ആയത് ജനുവരി 26, 1950 അപ്പം ഇതാണ് നവംബർ 26 പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. നവംബർ 26 ഈസ് സെലിബ്രേറ്റഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇൻ ഇന്ത്യ. This day is significant because it was on this date in 1949 that the Constituent Assembly of India adopted the Constitution. While the Constitution was adopted on this day, it came into full effect on January 26, 1950. Question: What does the fundamental duty of protecting public property means? അതായത് പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ അർത്ഥം എന്താണ്? ഓക്കെ, അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിറ്റിസൻസ് ഒരിക്കലും പബ്ലിക്കിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ നശിപ്പിക്കാനായിട്ട് പാടില്ല. അതായത് പബ്ലിക് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ബസ്, ഗവൺമെൻറ് ബസ്, ട്രെയിൻസ്, ഗവൺമെൻറ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, ഇതിനെയൊന്നും ഡാമേജ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഡാമേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയണം, അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അപ്പം ഈ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നാഷണൽ അസറ്റ്സിൽ നമുക്കുള്ള ഓണർഷിപ്പും അതുപോലെ തന്നെ അതിനോടുള്ള റെസ്പെക്റ്റുമാണ് എൻകറേജ് ചെയ്യുന്നത്. അപ്പം ഇതാണ് പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് പബ്ലിക് പ്രോപ്പർട്ടി മീൻസ് ദാറ്റ് സിറ്റിസൻസ് ഷുഡ് നോട്ട് ഡാമേജ് തിങ്സ് ദാറ്റ് ബിലോങ്സ് ടു ദ പബ്ലിക് സച്ച് ആസ് ബസ്സസ്, trains, government buildings and historical monuments. It also means we should actively try to prevent others from damaging this property. This duty encourages a sense of ownership and respect for national assets. Join Top Tuition Center today to achieve excellent success.
through small batch-sized tuition classes for high school students. Question: How does the right to freedom have reasonable restrictions? അതായത് റൈറ്റ് ടു ഫ്രീഡത്തിന് എങ്ങനെയാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കുറച്ച് ഫ്രീഡം തന്നിട്ടുണ്ട്, പക്ഷേ അതൊരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടാണ്. അപ്പം എന്തിനാണ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ഇങ്ങനെയുള്ള കാര്യത്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിളൂടെ മനസ്സിലാക്കാം. അതായത് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമ്മുടെ ഒപ്പീനിയൻസും ഇൻട്രസ്റ്റും പറയാൻ നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ അതൊരിക്കലും ഒരു കലാപത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലോ ആയിരിക്കരുത്. അപ്പം അതാണ് ഈ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില ലിമിറ്റ്സുകൾ, അതായത് ഈ ഒരു സോഷ്യൽ ഇൻട്രസ്റ്റുകളെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലിമിറ്റ്സുകൾ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം എന്ന് നോക്കാം. While the Constitution grants us freedom, these freedoms are not absolute. They can be limited by reasonable restrictions to protect the things like national security, public order, and morality. For example, your freedom of speech does not give you the right to say things that could cause riots or defame someone. The government can impose limits to balance individual liberty with the social interests. Question: How has the Gandhian principle of organizing village panchayats been implemented? Okay. അപ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിളായ വില്ലേജ് പഞ്ചായത്തുകൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അപ്പോൾ ഈ ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1992 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. അപ്പം ഈ ഒരു ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ലെവലിൽ, അതായത് റൂറൽ ഏരിയാസിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ഒരു 3 ടയർ സിസ്റ്റം, 3 ടയർ ഗവൺമെൻറ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഡെമോക്രസിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. The Gandhian principle of organizing village panchayats was implemented through the 73rd Constitutional Amendment Act in 1992. This act gave constitutional status to Panchayati Raj institutions and established a 3-tier system of local government in rural areas. This step has helped in promoting democracy at the grassroots level. Question: What does the fundamental duty to develop the scientific temper, humanism and the spirit of inquiry and reform means? അതായത് ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം, ഇതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡ്യൂട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സിറ്റിസൻസിനെ എല്ലാവരെയും സയൻറ്റിഫിക്കലായിട്ട് തിങ്ക് ചെയ്യാനും, റാഷണലി സയൻറ്റിഫിക്കലി തിങ്ക് ചെയ്യാനും, സൂപ്പർസ്റ്റീഷ്യസ് ആവാതിരിക്കാനുമാണ് പറയുന്നത്. സൂപ്പർസ്റ്റീഷ്യസ് എന്ന് വെച്ചാൽ അന്ധവിശ്വാസം കൊണ്ടിരിക്കരുത്, സയൻറ്റിഫിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസും സോഷ്യൽ റിഫോംസിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെക്കുറിച്ച് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാക്കുകയും നമ്മൾ ക്യൂരിയസ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട്, ഹ്യൂമൻ ബീയിങ്സിനോട് കമ്പാഷനും കൺസേണും അവരെക്കുറിച്ചിട്ടുള്ള ചിന്തയും കരുതലും ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് തിങ്കിങ്ങും പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവരിക, അതാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീൻ്റെ അർത്ഥം. അപ്പോൾ ഇതെങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. This duty encourages citizens to think rationally and scientifically rather than being superstitious. It asks us to be curious, ask questions, and be open to new ideas and social reform. Humanism means having compassion and concern for fellow human beings. This duty aims to create a forward-thinking and progressive society. Subscribe to this channel for more videos like this.
Question: What is the difference between human rights and fundamental rights? ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അയാൾക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നാഷണാലിറ്റിയോ ഒന്നും ഒരു ബാധകമല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ കൺട്രിയിലെ സിറ്റിസൻസിന് കൊടുക്കുന്ന ചില സ്പെസിഫിക് റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ആർ ബേസിക് റൈറ്റ്സ് ദാറ്റ് ആർ ബിലീവ്ഡ് ടു ബിലോങ് ടു എവറി പേഴ്സൺ ഇൻ ദ വേൾഡ് ഫ്രം ബർത്ത് അൺടിൽ ഡെത്ത് റിഗാർഡ്ലെസ് ഓഫ് ദെയർ നാഷണാലിറ്റി. Fundamental rights are the specific rights that are recognized and guaranteed by the constitution of a particular country for its citizens. While many fundamental rights are also human rights, they are legally protected only within that country's territory. Question: What is the role of the Sardar Swaran Singh Committee? സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 1976 ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ്. എന്തിനാണ് ഇവരിനെ അപ്പോയിന്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ സജഷന്റെ ബേസിസിൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ പാർട്ട് 4A അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിലെ ഒരു ഭാഗമായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത് നോക്കാം. സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദി ഗവൺമെന്റ് ഇൻ 1976 ടു give recommendations on the topic of fundamental duties. Based on the suggestions of this committee, a new part 4A and Article 51A were added to the Constitution. This is how the fundamental duties became a part of our constitutional framework. Question: What are writs? Name the 5 types of writs. അപ്പം റിട്ട് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെയാണ് 5 ടൈപ്പ് റിട്ടുകൾ? ഇപ്പോൾ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടോ ഇഷ്യൂ ചെയ്യുന്ന റിട്ടൺ ഓർഡറിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ സിറ്റിസൻസിൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമൽ ഓർഡേഴ്സ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 ടൈപ്പ് റിട്ടുകളാണുള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമുസ്, 3 പ്രോഹിബിഷൻ, 4 സർഷറിയോറായി ആൻഡ് കോവാറൻഡോ. അപ്പം ഇതാണ് 5 ടൈപ്പ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലീഗൽ ഓർഡേഴ്സ് എന്തിനാന്ന് വെച്ചാൽ ഒരാളിനെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു ചെയ്യുന്ന പ്രവൃത്തിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനുമുള്ള ഒരു കമാൻഡാണ് ഈ ലീഗൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻസർ എങ്ങനെയാണ് വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. റിട്സ് ആർ ഫോർമൽ റിട്ടൺ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് or a high court to protect the fundamental rights of citizens. The 5 types of writs are habeas corpus, mandamus, prohibition, certiorari, and quo warranto. These legal orders command a person or authority to perform a certain act or stop doing something. Question: Who was the chairman of the Constituent Assembly? Constituent Assemblyന്റെ ചെയർമാൻ ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വേണ്ടി എലക്ട് ചെയ്ത ഒരു കമ്മിറ്റി, അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ബോഡിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിങ്ങിലും പ്രിപ്പറേഷൻസിലും ഡിസ്കഷൻസിലും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റായി മാറി. അപ്പം ഈ ഒരു ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ദ ബോഡി എലക്റ്റഡ് ടു റൈറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. Dr. Prasad played a crucial role in guiding the discussions and debates during the making of the Constitution and later became the first President of India. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.